ക്രിസ്തു ശാസ്ത്ര പഠന പരമ്പരയുടെ മറ്റൊരു എപ്പിസോഡിലേക്കാണ് ഇപ്പോൾ നമ്മൾ പ്രവേശിപ്പാൻ പോകുന്നത്. കഴിഞ്ഞ അനേക എപ്പിസോഡുകൾ വഴിയായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവത്വം വിശുദ്ധ വേദപുസ്തകത്തിലെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ തെളിവായി സമർപ്പിച്ചുകൊണ്ട് ക്രിസ്തു ദൈവമാണ് എന്ന് നാം പഠിച്ചുകൊണ്ട് ഇരിക്കുകയായിരുന്നു. അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ ദൈവത്തിന്റെ വചനം വളരെ വ്യക്തതയോടെ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തു വരുന്നു. ആ എപ്പിസോഡിൽ ഒടുവിലായി നമ്മൾ പഠിച്ചത് യേശു ക്രിസ്തു ആരാധന സ്വീകരിച്ചു എന്നുള്ളതാണ്. ഇന്ന് പഠിക്കാൻ പോകുന്നത് കർത്താവായ യേശു ക്രിസ്തു അപ്പോസ്തലനായ തോമസിന്റെ സാക്ഷ്യം സ്വീകരിച്ചു എന്നുള്ളതാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 20:28 വായിക്കുമ്പോൾ അവിടെ വളരെ വ്യക്തമായി ഒരു പ്രസ്താവന പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കർത്താവായ യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു. മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ശേഷം തന്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. ആദ്യം കല്ലറയ്ക്കൽ ഉണ്ടായിരുന്ന സ്ത്രീകൾക്ക് പ്രത്യക്ഷനായി. അതിനുശേഷം കർത്താവിന്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. യഹൂദന്മാരെ ഭയപ്പെട്ട് അവർ വാതിലടച്ച് വീടിന്റെ അകത്ത് ആയിരിക്കുമ്പോൾ യേശു അടച്ചിട്ട ആ മുറിയുടെ നടുവിൽ ചെന്നു നിന്നു. നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ സമയത്ത് കർത്താവിന്റെ ശിഷ്യന്മാരിൽ തോമസ് എന്ന് പറയുന്ന ആള് അവിടെ ഉണ്ടായിരുന്നില്ല. തോമസിനെ കുറിച്ച് വേദപഠിതാക്കൾ പൊതുവെ പറയുന്നത് കണ്ട് വിശ്വസിക്കുന്ന അല്ലെങ്കിൽ കണ്ട് സ്ഥിരീകരിക്കുന്ന ഒരു സ്വഭാവക്കാരനായിരുന്നു എന്നാണ്. തോമസ് വന്നപ്പോൾ ശേഷം ശിഷ്യന്മാര് ഈ തോമസിനോട് പറഞ്ഞു, കർത്താവ് ഉയർത്തെഴുന്നേറ്റു, ഞങ്ങൾ അവനെ കണ്ടു, അവൻ വന്ന് നിങ്ങൾക്ക് സമാധാനം എന്ന് ഞങ്ങളോട് ആശംസിച്ചു എന്ന് പറഞ്ഞപ്പോൾ തോമസ് പറഞ്ഞ വാക്ക് ശ്രദ്ധിക്കണം. ഞാൻ അവനെ കാണുകയും അവന്റെ ആണിപ്പഴുതുകളിൽ ഞാൻ സ്പർശിക്കുകയും അവന്റെ വിലാപ്പുറത്ത് ഞാൻ എന്റെ വിരല് ഇടുകയും ചെയ്തിട്ടല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ തോമസും കൂടെ ഉള്ളതായ ഒരു സമയത്ത് കർത്താവ് വീണ്ടും തന്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. അങ്ങനെ പ്രത്യക്ഷമായ സമയത്ത് യേശു തന്റെ വിലാപ്പുറം ഈ സംശയാലുവായ തോമസ് അപ്പോസ്തലനെ കാണിച്ചു. മറ്റൊരു വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിട്ട് സ്ഥിരീകരിക്കുന്ന ഈ തോമസിനെ കാണിച്ചു. അങ്ങനെ തോമസിനെ കാണിച്ചു കഴിഞ്ഞപ്പോൾ തോമസ് വാക്കുകൾ ഇല്ലാത്തവനായി, അവൻ സ്തബ്ധനായി. ദൈവപുത്രനായ യേശു ക്രിസ്തുവിന്റെ ആണിപ്പഴുതുകൾ അവൻ കണ്ടു, വിലാപ്പുറത്തെ അവൻ ദർശിച്ചു. കർത്താവ് അവനോട് പറഞ്ഞു, ഇപ്പോൾ നിന്റെ കൈ ഇങ്ങോട്ട് നീട്ടി എന്റെ ആണിപ്പഴുതുകളെ കാണുക എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ മറ്റൊരു വാക്കും പറയാനില്ലാത്ത തോമസ് തകർന്നു. അവൻ കർത്താവിന് പറയുകയാണ്, എന്റെ കർത്താവും എന്റെ ദൈവവുമായ യഹോവേ, എന്റെ കർത്താവും എന്റെ ദൈവവുമായുള്ളവേ എന്ന് പറഞ്ഞു. മൈ ലോർഡ് ആൻഡ് മൈ ഗോഡ് എന്നാണ് ഇംഗ്ലീഷ് ചെയ്യുന്നത്. എന്റെ കർത്താവും എന്റെ ദൈവവുമായുള്ളവേ. ബാക്കിയൊന്നും അവൻ പറഞ്ഞില്ല. അപ്പൊ യേശുവിനെ കർത്താവെന്നും ദൈവമെന്നും തോമസ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ യേശു ക്രിസ്തു ദൈവമല്ലായിരുന്നെങ്കിൽ കർത്താവ് എന്ത് ചെയ്യണം? തോമസ്, നീ എന്ത് അബദ്ധമാണ് ഈ പറയുന്നത്? അല്ലെങ്കിൽ നീ എന്ത് അർത്ഥമില്ലാത്ത വാക്കിലാണ് സംസാരിക്കുന്നത്? ഞാൻ ദൈവമല്ലല്ലോ, പിന്നെ നീ എന്തിനാണ് അങ്ങനെ പറയുന്നത് എന്ന് പറഞ്ഞ് തോമസിന്റെ ബുദ്ധിഭ്രമത്തെ തടുക്കുകയാണ് ചെയ്യേണ്ടത്. അതിന് പകരം എന്റെ കർത്താവും എന്റെ ദൈവവുമായുള്ളവേ എന്ന് തോമസ് പറയുന്ന സമയത്ത് കർത്താവ് യാതൊരു മറുപടിയും കൂടാതെ തോമസിന്റെ സാക്ഷ്യത്തെ സഹർഷം സ്വാഗതം ചെയ്തു. താൻ ദൈവമാണ്, കർത്താവാണ് എന്നുള്ള തോമസിന്റെ സ്ഥിരീകരണം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അങ്ങനെ തന്നെ അംഗീകരിക്കുകയാണ്. വാസ്തവത്തിൽ തോമസിന്റെ ഈ സാക്ഷ്യം യേശു ക്രിസ്തു കർത്താവും ദൈവമാണെന്നുള്ള സാക്ഷ്യം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സാക്ഷാൽ ദൈവമാണെന്ന്
മനുഷ്യനായി അവതരിച്ച ദൈവമാണെന്നുള്ളതിന്റെ വിശുദ്ധ വേദപുസ്തകത്തിലെ ഏറ്റവും വ്യക്തമായ മറ്റൊരു തെളിവാണ്.